റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പടച്ചു തമ്പുരാനുള്ള സമ്പൂർണമായ സമർപ്പണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിശ്വാസി സമൂഹത്തിലേക്ക് ഒരു ബലിപെരുന്നാൾ കൂടി വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ സന്തോഷങ്ങൾ. ആഘോഷങ്ങളല്ലാതാവുകയും ആഘോഷങ്ങളല്ലാത്തതൊക്കെയും ആഘോഷങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന, ആഘോഷങ്ങൾക്ക് പുതിയ നിർവചനങ്ങളും കാഴ്ചപ്പാടുകളും നിശ്ചയിച്ചു കൊടുക്കുന്ന സവിശേഷമായൊരു ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മഹാവ്യക്തിത്വത്തെ ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും ദൈവം തമ്പുരാൻ നമുക്കനുവദിച്ച ആഘോഷ സുദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ മുതൽ നമ്മൾ ഈ നിമിഷം വരെയും മഹത്തായ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോഴും തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടാണ് വന്നത്. ബലിമൃഗത്തെ കണ്ടപ്പോഴും നമ്മൾ തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. ഇനി ആ ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോഴും നമ്മൾ തക്ബീർ മുഴക്കും. അവിടെയും തീരുന്നില്ല. ദുൽഹജ്ജ 13 അസർ നമസ്കാരം വരെയും നമ്മൾ പ്രത്യേകമായും തക്ബീറുകൾ മുഴക്കിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ നമസ്കാരത്തിലെ ഓരോ അനക്കത്തിലും അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ മുഴക്കിക്കൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്ന തക്ബീർ ധ്വനി, അതിൻ്റെ പശ്ചാത്തലം അറിയാത്തവരല്ല നമ്മൾ. 2 സന്തോഷങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒന്നിച്ചു വന്നൊരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ തക്ബീർ മുഴക്കുന്നത്. ആ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളത് മുഴക്കുന്നതും. ഫലമ്മ അസ്ലമാ വതല്ലഹു ലിൽ ജമീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅയ. തൻ്റെ മകനെ അറുക്കണം എന്നുള്ള സ്വപ്നദർശനം നൽകി ആ സ്വപ്നത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി മകൻ്റെ കഴുത്തിൽ അങ്ങനെ കത്തിവെക്കാൻ നിൽക്കുന്ന അവസാന സാഹചര്യത്തിൽ പടച്ചറബ് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഖദ് സദ്ദഖത റുഅയ. ഇബ്രാഹിമേ, നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എൻ്റെ കൽപ്പന നിറവേറ്റാൻ നീ തയ്യാറായിരിക്കുന്നു. എന്നെ അനുസരിക്കാമെന്നുള്ള വർത്തമാനത്തെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ നീ തയ്യാറായിരിക്കുന്നു. ഞാനാണ് വലിയവൻ എന്നുള്ള പ്രഖ്യാപനത്തെ നീ ഇതാ യാഥാർത്ഥ്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അറവിൽ നിന്ന് പിന്മാറാൻ പറയുന്നുണ്ട്. അങ്ങനൊരു മൃഗത്തെ ജിബ്രീലിലൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇത്തരം ഒരു സമയത്താണത്രേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞത്. 2 സന്തോഷങ്ങളാണ് അപ്പോൾ ഇബ്രാഹിം നബിക്കുള്ളത്. ഒന്ന്, നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച, അറുക്കണം എന്ന് തീരുമാനിച്ച തൻ്റെ മകനെ തനിക്കു തന്നെ തിരിച്ചു കിട്ടിയ സന്തോഷം. രണ്ടാമത്തത്, പടച്ചറബിൻ്റെ കൽപ്പന അനുസരിക്കുമെന്ന് കൊടുത്ത വാക്ക് അനുസരിക്കാൻ തയ്യാറാവുകയും അതിൽ പടച്ചറബ് തൃപ്തനാവുകയും ചെയ്തല്ലോ എന്ന് രണ്ടാമത്തെ സന്തോഷം. ഇങ്ങനെ 2 സന്തോഷങ്ങൾ ഉണ്ടായപ്പോഴാണത്രേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, പടച്ചവൻ തന്നെയാണ് ഏറ്റവും വലിയവൻ, അവനാണ് സർവസ്തുതിയും എന്ന വർത്തമാനം പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ ഞാനും നിങ്ങളുമൊക്കെയും നമ്മുടെ വായിലൂടെ നാവിലൂടെ തക്ബീർ ധ്വനികൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ആഘോഷത്തിൻ്റെ ആത്മാവും ജീവനുമാണ് തക്ബീർ എന്ന് പറയുന്നത്. നമ്മൾ ആഘോഷിക്കുന്ന ഈ ആഘോഷമുണ്ടല്ലോ, അത് ഈദുൽ അദ്ഹയാണെങ്കിലും ഈദുൽ ഫിത്തർ ആണെങ്കിലും ഈ 2 പെരുന്നാൾ ആഘോഷങ്ങളുടെയും
ആത്മാവാണ്, അതിൻ്റെ ജീവനാണ് യഥാർത്ഥത്തിൽ തക്ബീർ എന്ന് പറയുന്നത്. ഈ തക്ബീറിനെ നാവ് കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന, നേരിടേണ്ടി വന്ന പച്ചയായ പ്രതിസന്ധികൾക്ക് മുമ്പിലും എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവാണ് എന്ന് തെളിയിച്ചവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം വിശദീകരിക്കേണ്ടതില്ലല്ലോ. മകനെ ഒഴിവാക്കേണ്ടി വന്നപ്പോൾ, തീക്കുണ്ടത്തിലേക്ക് സ്വയം എടുത്തു ചാടേണ്ടി വന്നപ്പോൾ, സ്വന്തം വാപ്പയെയും സ്വന്തം ജനിച്ചു വളർന്ന വീടിനെയും ഒഴിവാക്കേണ്ടി വന്നപ്പോൾ, അവസാനം സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കേണ്ടി വന്നപ്പോഴും സ്വന്തം വാപ്പയേക്കാൾ, മകനേക്കാൾ, വീടിനേക്കാൾ, നാടിനേക്കാൾ, അല്ല സ്വന്തം ശരീരത്തെക്കാളും എനിക്കേറ്റവും വലുതും പ്രിയപ്പെട്ടതും പടച്ച റബ്ബ് തന്നെയാണ് എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച് യാഥാർത്ഥ്യവൽക്കരിച്ച് നമുക്ക് കാണിച്ചു തന്ന മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ, അതെങ്ങനെയാണ് ജീവിതത്തിലൂടെ പച്ചയായി യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലൂടെ പടച്ച റബ്ബ് ലോകത്ത് വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത് അത് ആഘോഷിക്കാനുള്ളത് തന്നെയാണ്, അത് ആഹ്ലാദിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം, ഈ പെരുന്നാൾ സുദിനം അത് നമുക്കൊരു ആത്മവിചാരണയ്ക്കുള്ള അവസരം കൂടിയാണ്. നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മളെക്കുറിച്ചൊരു വിചാരണ നടത്താനുള്ളൊരു സുദിനം കൂടിയാണ് ഈ പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഞാനും നിങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, നമ്മൾ മുഴക്കുന്ന തക്ബീർ, നമ്മൾ ചൊല്ലുന്ന തക്ബീർ, ആ തക്ബീറും നമ്മുടെ ജീവിതവും എവിടെ നിൽക്കുന്നു എന്ന ആലോചനയ്ക്കുള്ള സമയം കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ രാഷ്ട്രീയ രംഗവും തക്ബീറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, നമ്മുടെ സാമ്പത്തിക രംഗവും തക്ബീറും തമ്മിൽ നേർക്കുനേരെ വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിന്റെ താല്പര്യങ്ങളും തക്ബീറും നേർക്കുനേരെ വരുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതവും തക്ബീറും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഏതിനാണ് നമ്മൾ പരിഗണന കൊടുക്കാറുള്ളത്? അല്ലാഹു അക്ബർ, പടച്ച റബ്ബ് തന്നെയാണ് ഏറ്റവും വലിയവൻ. പക്ഷെ ഇപ്പോൾ എനിക്കെൻ്റെ താല്പര്യങ്ങളാണ് എൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലുത്, അവിടെ പടച്ചവനൊന്നും പറയേണ്ടതില്ല, പടച്ചവൻ പള്ളിയിൽ മാത്രമാണ് വലുത്. ഇതാണോ നമ്മുടെ നിലപാട്? കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ എനിക്കെൻ്റെ കുടുംബമാണ് ഇവിടെ വലുത്, കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക് വലുത്, പടച്ച റബ്ബ് പള്ളിയിൽ മതി, അതവിടെയാണ് വലുത്, കുടുംബത്തിൽ കുടുംബമാണ് വലുത് എന്നതാണോ നമ്മുടെ താല്പര്യം? ഇവിടെ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. ഈ പറഞ്ഞിടത്തെല്ലാം പടച്ച റബ്ബ് തന്നെയാണ് വലിയവൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ ജീവിതത്തിലൂടെ നേർക്കുനേരെ തെളിയിക്കാൻ നമുക്ക് കഴിയണം, യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് കഴിയണം. മഹാനായൊരു കവി പറഞ്ഞതുപോലെ, 2 തക്ബീറുകളുണ്ട് ലോകത്ത്, അൽഫാദ് വ മആനി മെ തഫാവുത് നഹി ലേക്കിൻ മുല്ലാ കി അദാൻ ഓർ മുജാഹിദ് കി അദാൻ ഓർ. 2 തക്ബീറുകൾ ലോകത്തുണ്ട്. ഒന്ന് മുല്ലയുടെ തക്ബീറാണ്, മറ്റൊന്ന് മുജാഹിദിന്റെ തക്ബീറാണ്. എന്താ മുല്ലയുടെ തക്ബീർ? പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കാൻ വേണ്ടി 5 നേരവും വിളിച്ചു പറയുന്ന മുഅദ്ദിന്റെ തക്ബീറാണ്. രണ്ടാമത്തതോ മുജാഹിദിന്റെ തക്ബീറാണ്. എന്നാ തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? മുജാഹിദിന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവനെ തന്നെയും പണയപ്പെടുത്തിയിട്ട് എൻ്റെ ജീവനേക്കാൾ, എൻ്റെ കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ, ഈ ദുനിയാവിലെ ജീവിതത്തെക്കാൾ, ഞാൻ കെട്ടിപ്പടുത്ത ഈ ഭൗതിക ലോകത്തെ സംവിധാനങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബ് തന്നെയാണ്. ആ റബ്ബിന് വേണ്ടിയിട്ട് ഞാനിതാ എൻ്റെ ജീവൻ വരെ ബലി കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്ന മുജാഹിദുണ്ടല്ലോ, ആ മുജാഹിദിന്റെ തക്ബീർ, അതാണ് നമ്മൾ മുഴക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർത്തുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പെരുന്നാൾ സന്ദേശമായി ഏറ്റവും ഒന്നാമതായും ആദ്യമായും നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ, തന്നിഷ്ടങ്ങളെക്കാൾ, കുടുംബത്തിന്റെ ഇഷ്ടങ്ങളെക്കാൾ, എല്ലാത്തിനേക്കാളും ഒന്നാം സ്ഥാനം പടച്ച റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക്, പടച്ച റബ്ബിന്റെ താല്പര്യങ്ങൾക്ക് കൊടുക്കുക. അവൻ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്, ആ റബ്ബ് കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ എന്ന് പ്രാവർത്തികമാക്കുക നമ്മൾ ജീവിതത്തിൽ. ഇതാണ് ബലിപെരുന്നാൾ
സുദിനത്തിൽ നമ്മോട് നൽകാനുള്ള ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇസ്ലാം അനുവദിച്ച വളരെ മഹത്തായ ഒരു ആഘോഷ സുദിനത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഹലാലാക്കിയ ആഘോഷമാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈ രണ്ടാഘോഷങ്ങൾ മാത്രമേ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനുള്ള ഹലാലാക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ആഘോഷത്തെ അനുവദിച്ചു തന്നവൻ തന്നെ അതെങ്ങനെ ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ആഘോഷത്തെ ആഘോഷിക്കാനും ഉപയോഗപ്പെടുത്താനും ഉള്ള അനുവാദം നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഘോഷങ്ങളെല്ലാം ആഭാസമായി കൊണ്ടിരിക്കുകയും ആഭാസങ്ങളെല്ലാം ആഘോഷമാവുകയും ചെയ്യുന്ന, അത് കേൾക്കുമ്പോൾ രസം ഉണ്ടാകാൻ വേണ്ടി പറയണതല്ല, ആഘോഷങ്ങളൊക്കെയും ആഭാസങ്ങളായി കൊണ്ടിരിക്കുകയും ആഭാസങ്ങളൊക്കെയും ആഘോഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അശ്ലീലതയ്ക്കും വൃത്തികേടുകൾക്കും സ്വാധീനം കൂടിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും ഒരു തരത്തിലും അതിരു കവിയാൻ പാടില്ല. പടച്ചറബ് നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ചൊരു പരിധിയുണ്ട്. തിൽക ഹുദൂദുല്ലാഹ്, ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല നമുക്ക് അനുവദിച്ച ആഘോഷം എന്ന് പറയുന്നത്. നമ്മുടെ ആഘോഷത്തെ നിയന്ത്രിക്കുന്നത് സിനിമാ തിയേറ്ററുകളാകാൻ പാടില്ല, ഏതെങ്കിലും സർക്കസ് കമ്പനികളാകാൻ പാടില്ല, അതല്ലെങ്കിൽ പടച്ചറബ് ഇഷ്ടപ്പെടാത്ത താല്പര്യങ്ങളാകരുത് നമ്മുടെ പെരുന്നാൾ ആഘോഷത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തക്ബീറിന് കളങ്കം സംഭവിക്കും, അതിൽ വെള്ളം ചേരും, അത് വെറും വാമൊഴിയായിട്ട് മാറും. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, പടച്ചറബ് അനുവദിച്ച ആഘോഷം അത് റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ആഘോഷിക്കാനും നമുക്ക് കഴിയണം. നമുക്കറിയാമല്ലോ, രണ്ടു സമയത്താണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത് പുറത്തു വരിക. രണ്ട് സമയത്താണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത് പുറത്തു വരിക. എപ്പോഴാണെന്നറിയോ? ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം വരുന്ന സമയത്ത്, ദേഷ്യം വരുമ്പോഴുള്ള സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഒറിജിനൽ സ്വഭാവം. മറ്റേതൊക്കെ എഡിറ്റിംഗ് ആണ്. എഡിറ്റർ പണിമുടക്കുമ്പോഴാണ് ആ പ്രശ്നം വരല്ലേ. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവമൊക്കെ കൊണ്ട് പുറത്തു വരും. രണ്ടാമത്തത് ആഘോഷവേളയിലാണ്. ആഘോഷവേളയിലും ചിലപ്പോൾ ചില ആളുകളുടെയൊക്കെ തനി നിറം നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ഞാൻ പറയുന്നത്, അങ്ങനെ തനി നിറം പുറത്ത് കാണിക്കാനുള്ള അവസരമായി ഈ ഈദ് ആഘോഷത്തെ നമ്മൾ കാണരുത് എന്നാണ്. നമുക്കറിയാമല്ലോ, ലഹരി പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ പുതിയ തലമുറ പലപ്പോഴും വഴിമാറിപ്പോകുന്നതൊക്കെ ഇത്തരം ആഘോഷ സുദിനങ്ങളിലൂടെയാണ്, ആഘോഷവേളകളിലൂടെയൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഘോഷ ദിനത്തിൽ പ്രത്യേകിച്ചും മനുഷ്യനെ വഴികേടിലാക്കാൻ, നമ്മൾ മുഴക്കിയ തക്ബീറിന് വിരുദ്ധമായി നമ്മളെ സഞ്ചരിപ്പിക്കാൻ, വഴിതിരിച്ചു വിടാൻ പിശാചും കൂട്ടാളികളും ടീം വർക്ക് ചെയ്യുന്ന ദിവസമാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ പടച്ചറബിന്റെ മുമ്പിൽ തക്ബീറുകൾ ചൊല്ലിയിട്ട് ആ റബ്ബിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, ആ റബ്ബിന്റെ വഴിയിൽ നിന്ന്, ഇബ്രാഹിമിന്റെ ഹാജറയുടെ ഇസ്മായിലിന്റെ വഴിയിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടാൻ ഇബ്ലീസും അവന്റെ കൂട്ടാളികളും ഒന്നിച്ച് ടീം വർക്ക് ചെയ്യുന്ന, തീവ്രമായി പരിശ്രമിക്കുന്ന സുദിനമാണ് ഈ പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇബ്രാഹിം നബിക്കും ഉണ്ടായിരുന്നു അത്തരം ഒരു അനുഭവം. തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി, എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് റബ്ബ് തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി, എൻ്റെ പടച്ച റബ്ബ് എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടി തൻ്റെ മകനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇബ്ലീസ് വന്നിട്ടുണ്ട് മുമ്പിൽ. ആ ഇബ്ലീസ് ഇന്നും നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മൾ തിരിച്ചറിയണം. അന്ന് വന്നിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചു ഇബ്ലീസ് ഇബ്രാഹിം നബിയോട്. എന്താ ചോദിച്ചെന്നറിയോ? ഒന്നാമത്തത്, സ്വന്തം മകനെ കൊല്ലുകയാണോ? സ്വന്തം മകനെ അറുക്കാൻ കൊണ്ടുപോകാനാണ് ചോദിച്ചത്. രണ്ടാമത്തത്, ഇബ്രാഹിമെ, സ്വപ്നത്തിലല്ലേ കൽപ്പന, നിന്റെ പടച്ചോൻ നേരിക്ക് വന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, സ്വപ്നത്തിലൂടെ കാണിച്ചതല്ലേ, ഒരു സ്വപ്നം കാണുമ്പോഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക. മൂന്നാമത്തെ ചോദ്യം പരിഹാസത്തിലായിരുന്നു. പരിഹാസധ്വനി, നീ വല്ലാത്തൊരു വാപ്പ തന്നെയാണ് കേട്ടോ. ഇത്രയും പ്രായാധിക്യത്തിൽ കിട്ടിയ കുട്ടിനെ ഒരു സ്വപ്നം കണ്ടപ്പോഴേക്ക് അറക്കാൻ കൊണ്ടുള്ള വാപ്പയാണല്ലോ വാപ്പ. അങ്ങനെ പരിഹാസത്തിന് ദുനിയ മൂന്നാമത്തത്. പക്ഷേ ഇബ്രാഹിം നബി അവിടെ മുട്ടുമടക്കിയില്ല. തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച് ആ പിശാചിനെ കല്ലെറിഞ്ഞോടിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ ആഘോഷത്തിന്റെ ദിനത്തിലും പ്രത്യേകിച്ചും ഈ പുതിയ കാലഘട്ടത്തിൽ
പിശാചും അവന്റെ കൂട്ടാളികളും പല വിധത്തിലും നമ്മുടെ മുമ്പിൽ വരും. എന്തൊക്കെ ചോദിക്കാന്നറിയോ, എന്തൊക്കെ തോന്നിക്കാന്നറിയോ? കുറച്ച് ലഹരിയൊക്കെ അല്ലാണ്ട് എങ്ങനെ ആഘോഷമാകുക? അങ്ങനെ പള്ളി നിസ്കാരമൊക്കെ ഉണ്ട്, വൈകുന്നേരം അങ്ങനെ കുട്ടികളെ മക്കളെ കൂട്ടിയിട്ടൊന്ന് തിയേറ്ററിലൊക്കെ പോയിട്ടൊന്ന് കണ്ടില്ലെങ്കിൽ എങ്ങനെ ആഘോഷമാകുക? ഇമാതിരി വർത്തമാനങ്ങളും ചിന്തകളുമായിട്ട് ഇബ്ലീസ് നമ്മുടെ മുമ്പിൽ വരും. അവിടെയൊക്കെയും ആ ഇബ്ലീസിനെ എറിഞ്ഞാട്ടിയിട്ട് പടച്ചറബിന്റെ വഴിയിലൂടെ പോകാൻ നമുക്ക് കഴിയണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലഹരിയെക്കുറിച്ച് പ്രത്യേകിച്ചും പലതരത്തിലുള്ള ലഹരികൾ തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും ചുണ്ടിൽ തേക്കുന്ന ലിപ് ബാമിൽ പോലും ലഹരിയുടെ അംശങ്ങളുള്ളത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഒരർത്ഥത്തിലും നമ്മുടെ പെരുന്നാൾ അതൊരു കവിയില്ല, റബ്ബ് നിശ്ചയിച്ച പരിധികൾക്കപ്പുറത്തേക്ക് പോവില്ല എന്നുറപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം, സാധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, മനുഷ്യനെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്നത് ലോകത്ത് ഇസ്ലാമിന് മാത്രമാണ്. കുല്ലുക്കും ആദം വആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. ആദമിനെ സൃഷ്ടിച്ചതോ മണ്ണിൽ നിന്നാണ്. ഇപ്പൊ ലോകത്ത് മനുഷ്യനെ മുഴുവൻ മനുഷ്യനായി കാണാൻ കഴിയുന്നത് ഇസ്ലാമിന് മാത്രമാണ്. ഈ മാനവിക സന്ദേശത്തിനും സ്നേഹത്തിനുമൊക്കെ ഏറെ പ്രസക്തിയുള്ളൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യനെ തട്ടുകളായി തിരിച്ച് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, പലതിൻ്റെ പേരിലും മനുഷ്യനെ തട്ടുകളായി തിരിച്ച് പലതരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വേടൻ്റെ വരികൾ പ്രസക്തമാകുന്നത്. വേടൻ അത്രമാത്രം വളരെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ലോകത്ത് തന്നെ അറിയപ്പെട്ടവനായത് എന്തുകൊണ്ട്? ഞങ്ങൾ തമ്പുരാക്കന്മാരാണ്, നിങ്ങൾ അടിമകളാണ്, ഞങ്ങൾ പറയുന്നതൊക്കെയും അനുസരിക്കേണ്ടുന്ന വെറും അടിമകളാണ് നിങ്ങൾ എന്ന് പറയുന്ന തമ്പുരാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ആ വർത്തമാനം പറഞ്ഞത്. ഞാൻ പാണനല്ല, ചർമ്മനല്ല, അങ്ങനെ ഒന്നുമല്ല, നീ തമ്പുരാനുമല്ലടോ, നീ തമ്പുരാനുമല്ല, നമ്മളൊക്കെ ഒന്നാ. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ആരും ആരെക്കാളും ഉന്നതരല്ല, മനുഷ്യരെല്ലാം തുല്യരാണ്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മിഷ്ത്, ചീർപ്പിന്റെ പല്ലുകൾ പോലെ. വല്ലാത്തൊരു പ്രയോഗമാണത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ചീർപ്പിന്റെ പല്ലുകൾ പോലെ മനുഷ്യർ തുല്യരാണെന്ന വർത്തമാനമുണ്ടല്ലോ. അതെ, മനുഷ്യർ തുല്യരാണ്, ആരും ആരെക്കാളും ഉന്നതരല്ല. ഇത് ലോകത്ത് പറയേണ്ടത് കൂട്ടരെ വേടനല്ല, ഞാനും നിങ്ങളുമാണ്. ഇസ്ലാമിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്ന ഞാനും നിങ്ങളുമാണ് ലോകത്ത് ഈ വർത്തമാനങ്ങൾ വിളിച്ചു പറയേണ്ടത്. വേടനേക്കാൾ അതിന് ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകണം. എന്തിന്? മനുഷ്യരെല്ലാവരും തുല്യരാണ്. ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ ഒന്നിന്റെ പേരിലും മനുഷ്യനെ തട്ടായി തിരിക്കരുത് എന്ന് ലോകത്ത് വിളിച്ചു പറയേണ്ട നമ്മളാണ്. വിളിച്ചു പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അതിന് പ്രത്യേകിച്ച് ഈ ദിവസം നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ആശംസ പറയുന്നതിലൂടെ അത് തുടങ്ങണം. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈദുവാർക്ക് പറഞ്ഞാൽ പോരാ. നമ്മൾ നമ്മുടെ സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ആശംസകൾ അയക്കണം. മാത്രമല്ല, നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തീന്മേശയിലെ അവരുടെ സാന്നിധ്യം കൊണ്ടത് ഊഷ്മളമാക്കണം. നമ്മുടെ ഭക്ഷണത്തിലേക്ക് അവർ നമ്മൾ ക്ഷണിക്കണം. എന്ന് മാത്രമല്ല, കഴിയുമെങ്കിൽ ഫിഖ്ഹും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ മാംസ വിതരണം നടത്തുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത മുസ്ലിം സഹോദരൻ്റെ വീടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ചെറിയ പൊതി മാംസത്തിൽ നിന്നൊരു പങ്ക് അവനും കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പെരുന്നാൾ കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ട് മാറും. അതിന് കുറച്ചുകൂടി ഈ പറഞ്ഞ മാനവിക സ്വഭാവം കൈവരും. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പെരുന്നാൾ സുദിനത്തിൽ സമ്മാനം കൊടുക്കാൻ തിരഞ്ഞെടുത്തത് തൻ്റെ അമുസ്ലിമായ ഒരു സുഹൃത്തിനെയാണ്. നോക്കൂ നിങ്ങൾ, തൻ്റെ അമുസ്ലിമായ ഒരു സുഹൃത്തിനെയാണ് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാ അവിടെ മുസ്ലിങ്ങളില്ലാനിട്ടാ? അല്ലല്ലോ. ഇതൊക്കെ ചിത്രങ്ങളാണ്, ചില പ്രതീകങ്ങളാണ്, നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നമ്മൾ ഇല്ലാതാക്കണം. ചില ആളുകൾ അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ വെട്ടിയും കുത്തിയും കൊന്നും കൊലവിളിച്ചും മുന്നോട്ട് പോകണമെന്ന സംഘപരിവാർ ഫാഷിസം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ചിന്താഗതികൾക്ക് ജീവിതത്തിലൂടെ തടസ്സമിടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം, സാധിക്കണം. അതിന് ഈ ബലിപെരുന്നാൾ സുദിനത്തെ
ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാമല്ലോ, സാഹോദര്യവും സൗഹൃദവും ഒക്കെ മൂടിവെക്കുകയും വെറുപ്പും വിദ്വേഷവും തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് 1000-ലധികം യൂട്യൂബ് വ്ളോഗർമാർ, 1000-ലധികം യൂട്യൂബർമാര് ഇസ്ലാമിനെ കുറിച്ചുള്ള വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്കുകൾ പറയുന്നത്. കാശ്മീരിൽ നിന്ന് രക്ഷപ്പെട്ട സഹോദരി ഉണ്ടല്ലോ, കാശ്മീരിൽ ആക്രമണമുണ്ടായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അച്ഛൻ മരിച്ചു, മകൾ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന മകൾ പറഞ്ഞതെന്താ? എനിക്ക് കാശ്മീരിൽ നിന്ന് 2 സഹോദരങ്ങളെ കിട്ടിയെന്നാണ് ഒരു മുസ്ലിം സഹോദരി പറഞ്ഞത്. നമ്മൾ വായിച്ച വർത്തമാനങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് 2 മുസ്ലിം സഹോദരങ്ങളെ കിട്ടി, എൻ്റെ സഹോദരങ്ങളെ കിട്ടിയെന്ന മുസ്ലിം സഹോദരിയുടെ വർത്തമാനത്തെക്കാൾ ലോകത്ത് മീഡിയകളും മാധ്യമങ്ങളും ചർച്ച ചെയ്തത് എന്താ? പലപ്പോഴും ചർച്ച ചെയ്തത് വെണ്ടക്കക്ഷരത്തിൽ എഴുതിവിട്ടതും സ്ക്രോൾ ചെയ്തതും ഒക്കെ എന്തായിരുന്നു? അവിടെ നടന്ന ആക്രമണത്തെ ഇസ്ലാമിലേക്ക് ചേർത്ത് കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ അവസാനം നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും ഭയപ്പോടെ കാണുന്ന, എല്ലാവരും അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ, കൊറോണ കാലഘട്ടം. ആ കൊറോണ കാലത്ത് പോലും തൻ്റെ വീട്ടിലേക്ക് വന്ന അന്യമതസ്ഥയായ ഒരു സഹോദരി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേടൻ്റെ അമ്മ, നമ്മൾ കണ്ടതാണ് വാർത്തയിലൊക്കെ. ആ അമ്മ തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വേർതിരിവുമില്ലാതെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ സ്ഥാനം കൊടുത്ത മെഹജൂറ എന്ന് പറയുന്ന സഹോദരിയെക്കുറിച്ച് നമ്മൾ കണ്ടു. അത് കാണിക്കാനും അത് പ്രചരിപ്പിക്കാനുമല്ല ഫാഷിസം ശ്രമിച്ചത്. അപ്പോഴും ഫാഷിസം ശ്രമിച്ചത് എന്തിനാണെന്നറിയോ? ആ വേടൻ്റെ വരികൾക്കിടയിലെ വരികളെടുത്തിട്ട് മതകീയമായ വർഗീയത ഉണ്ടാക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനാ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ തകർക്കാൻ, ഇസ്ലാമിനെ ഭീകരവാദവും തീവ്രവാദവുമായി ലോകത്തിനു മുമ്പിൽ ചിത്രീകരിക്കാൻ, മനുഷ്യരുടെ മനസ്സിൽ ഇസ്ലാം പേടി വളർത്താനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടുത്തെ ഫാഷിസ്റ്റുകൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെരുന്നാൾ സുദിനങ്ങളിൽ മധുരമായ ജീവിത അനുഭവങ്ങളിലൂടെ അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങളായി കാണണം. അവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണെന്ന് ഉറക്കെ പറയണം. അതിന് ഈ ആഘോഷ സുദിനത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, പരസ്പര ബന്ധങ്ങളിൽ പുഴുക്കുത്തേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പുറത്ത് കാണുമ്പോൾ ചിരിയുണ്ട്, സലാം പറച്ചിലൊക്കെ ഉണ്ട്. പുറമേക്ക് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, സലാം പറക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മനസ്സിൻ്റെ അകത്ത് വെറുപ്പും വിദ്വേഷവും അകൽച്ചയുമാണ് പലപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്നത്. രക്തബന്ധത്തിൽ പിറന്നവർ പോലും, ഒരേ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ പോലും പരസ്പരം കടിച്ചും കീറിയും വെറുത്തും അകന്നും ജീവിക്കുന്ന വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ്, കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചയിലാണ്. ഈ പെരുന്നാൾ സുദിനത്തിൽ പോലും വഴക്കും വക്കാണവും ഒഴിഞ്ഞിട്ടില്ലാത്ത വീടുകളുണ്ട്. നിങ്ങൾക്കറിയോ? പെരുന്നാൾ സുദിനത്തിൽ പോലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കണം, ഞാൻ എന്നെക്കുറിച്ച് കൊണ്ട് ചിന്തിക്കണം. പെരുന്നാൾ സുദിനത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും കീറിയും വഴക്കും വക്കാണവുമായി മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളുണ്ട്. ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് മാസങ്ങളായി, അനിയൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് വർഷങ്ങളായി, പെങ്ങളെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അതിലും വേറെ വർഷങ്ങളായി. ഇങ്ങനെ ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിലും അക്കാലത്തിലും അകൽച്ചയിലുമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നന്നാക്കിയെടുക്കാൻ കഴിയണം. പെരുന്നാൾ സുദിനത്തിലൂടെ നഷ്ടപ്പെട്ട അകന്നു നിൽക്കുന്ന ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയണം. കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല, അയൽപക്ക ബന്ധങ്ങളും ഊഷ്മളമാകണം. നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ പ്രത്യേകത പോസ്റ്റ് ബോക്സിലെ കാർഡ് പോലെയാണ്. നമ്മൾ പോസ്റ്റ് ബോക്സിൽ ഇല്ലൻ്റോ കാർഡോ കൊണ്ടുപോയി ഇടുമല്ലോ. ഓരോ കാർഡിലും വ്യത്യസ്ത വിവരങ്ങളാണ് ഉണ്ടാവുക. ദുഃഖങ്ങളുണ്ടാകും, സന്തോഷ വർത്തമാനങ്ങളുണ്ടാകും. അതിങ്ങനെ സമ്മിശ്ര വികാരങ്ങളുമായി കൂടിക്കലർന്ന് കിടക്കുക പോസ്റ്റ് ബോക്സിനകത്തെ കാർഡുകൾ. എല്ലാം ഒട്ടിച്ചേർന്നാണ് കിടക്കുന്നത്. പക്ഷെ ഒരാൾക്കും ഒന്നിലെ വിവരങ്ങൾ അറിയുന്നില്ല. ഒരു കാർഡിൽ സന്തോഷ വർത്തമാനങ്ങളാണ്, മറ്റേ കാർഡിൽ വിഷമത്തിൻ്റെ വർത്തമാനങ്ങളാണ്. രണ്ടുപേരും ഒട്ടിച്ചേർന്നൊക്കെ കിടക്കുന്നത് പോസ്റ്റ് ബോക്സിനകത്ത്. പക്ഷേ ഒന്നിൻ്റെ വിവരം മറ്റൊന്നിന് അറിയുന്നില്ല. ഇതുപോലെ നമ്മളവസ്ഥ. അയൽവാസികളുണ്ട്, കുടുംബങ്ങളുണ്ട്, അടുത്തൊക്കെ തന്നെ ഉള്ളത്. പക്ഷേ ആർക്കും ആരുടെയും വിഷമങ്ങൾ അറിയുന്നില്ല, ആരുടെയും സന്തോഷങ്ങൾ അറിയുന്നില്ല. ഇതൊക്കെ നമ്മളവസ്ഥ പലപ്പോഴും. അവിടെ നിന്നൊക്കെ മാറണം, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ സംവിധാനങ്ങളൊക്കെ കൂടിയപ്പോൾ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു, വരവും പോക്കൊക്കെ നിലച്ചു. സത്യമല്ലേ പറയുന്നത്?
വരവും പോക്കെല്ലാം നിലച്ചു. ഒരു വീട്ടിനകത്തുള്ളവർക്ക് പോലും ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന്, സമയം കിട്ടാത്ത അവസ്ഥ വന്നു. എല്ലാവരുടെയും തലയും കണ്ടിങ്ങനെ താന്നു പോകുക. അങ്ങനല്ലേ? എല്ലാം അങ്ങനെ തന്നെ പലപ്പോഴും. മുമ്പെല്ലാവരും ഗ്രൂപ്പായിട്ട് തറവാട്ടിലേക്കാണ് വരിക പെരുന്നാളിന്. ഇപ്പോൾ എല്ലാവരും കൂടി തറവാട് ഗ്രൂപ്പിലാണ് ഉള്ളത്. വാട്സപ്പിൽ ബന്ധങ്ങൾ അങ്ങനെ മാറിപ്പോയി. അതൊക്കെ കുറച്ച് മാറ്റിവെക്കണം. അങ്ങനെ കുടുംബങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, വീട് സന്ദർശനങ്ങൾ നടത്തുക. ഈ ആഘോഷവേളയിലെങ്കിലും കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയണം, അല്പം വർത്തമാനങ്ങൾ പറയാൻ കഴിയണം. ഒരു കവി പറഞ്ഞൊരു വർത്താനുണ്ട്, ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കണം, ഓരോ മോഹവും പൂക്കണം, പൂക്കും മോഹത്തിൻ കിങ്ങിണിച്ചില്ലയിൽ പാട്ടും പാടിയിരിക്കണം. ഒരു കവിയുടെ വാക്കുകളാണ്. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കുക, ഓരോ മോഹങ്ങൾ ഇങ്ങനെ പറയുക, അങ്ങനെ അതിങ്ങനെ ഓർത്ത് പറഞ്ഞ് പാടിയിരിക്കുക. അത് വല്ലാത്ത അനുഭവങ്ങളാണ്. ഈ ഒരുമിച്ചിരിക്കൽ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ പെരുന്നാൾ സുദിനത്തിലൂടെ അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ വീടും കുടുംബവും അയൽവക്കവും ഒക്കെ സ്നേഹം പൂക്കുന്ന കുടുംബങ്ങളായി, സ്നേഹം പൂക്കുന്ന വീടകങ്ങളായി, സ്നേഹം തുളുമ്പുന്ന അയൽവക്കങ്ങളായി മാറ്റിയെടുക്കാൻ ഈ പെരുന്നാൾ സുദിനത്തിലൂടെ നമുക്ക് കഴിയണം. അതോടൊപ്പം നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിൻ്റെ ലോകത്തുള്ള ചരിത്രം അറിയാം. മുസ്ലിം ഉമ്മത്തിൻ്റെ ലോകത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ളൊരു അവസരമല്ല ഇപ്പോൾ ഉള്ളത്. അറിയാമല്ലോ, വിശ്വാസികൾ സഹോദരങ്ങളാണെന്ന വാക്യം നമ്മൾ ഓർക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ മാത്രമാണ്. മഹാനായ അബുൽ കലാം ആസാദ് പറഞ്ഞ വർത്തമാനമുണ്ട്, ആഫ്രിക്കയിലെ മുസ്ലിമിൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ ഇന്ത്യയിലെ മുസ്ലിമിൻ്റെ കാല് വേദനിക്കണമെന്നാ, മനസ്സ് വേദനിക്കണമെന്നാ. വല്ലാത്തൊരു വർത്തമാനമാണത്. ആഫ്രിക്കയിലെ മുസ്ലിമിൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ ഇന്ത്യയിലെ മുസ്ലിമിൻ്റെ മനസ്സ് വേദനിക്കണമെന്ന്. ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക സഹോദരി എന്ന. ഫലസ്തീനിലും സമാന പ്രദേശങ്ങളിലുമൊക്കെ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ അസ്വസ്ഥരാകണം. നമ്മൾ മറക്കരുത് ഈ സുദിനത്തിലും അവരെ. ഇസ്രായേൽ നരാധമന്മാർ അരിഞ്ഞു വീഴ്ത്തിയ പിഞ്ചുമക്കളെ നാളെ പടച്ചറബ് മഹ്ശറലോകത്ത് കൊണ്ടുവന്നിട്ട് ഇദൽ മൗഊദതു സുഇലത്ത് എന്ന് പറഞ്ഞല്ലോ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച്. ബിഅയ്യി ദംബിൻ ഖുതിലത്, മക്കളെ എന്തിനാണ് നിങ്ങളെ ഇസ്രായേൽ നരാധന്മാൻ അരിഞ്ഞു വീഴ്ത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഒരു പക്ഷേ പടച്ചറബ്ബേ, നിന്റെ ഖുദ്സിന് വേണ്ടി, നിന്റെ അക്സയ്ക്ക് വേണ്ടി, ഞങ്ങൾ പിറന്ന നാടിന് വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി പോരാടിയതിൻ്റെ പേരിൽ ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പടച്ചോൻ ചോദിക്കും, അല്ല അപ്പം നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ ഖുദ്സുമായി ബന്ധമുള്ളവരാരും ലോകത്തുണ്ടായിരുന്നില്ലേ? മസ്ജിദുൽ അഖ്സ മുസ്ലിമിൻ്റെ ആദ്യത്തെ കിബിലയാ, നമുക്കൊക്കെ അതിൽ പങ്കുണ്ടല്ലോ. അപ്പം അള്ളാഹ് ചോദിക്കും ഒരു പക്ഷേ, അല്ല മക്കളെ, നിങ്ങളെ ഖുദ്സിൻ്റെ പേരിൽ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, ഒന്ന് കൈവക്കാൻ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും വേറെ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് കൈമൊക്കിക്കൊണ്ട് ചങ്കൂറ്റത്തോടെ പറയാൻ നമുക്ക് കഴിയണം, ഞങ്ങളുണ്ടായിരുന്നു റബ്ബേ, ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ റസൂൽ തിരിഞ്ഞ് നമസ്കരിച്ച ആദ്യത്തെ കിബിലയ്ക്ക് വേണ്ടി ഫലസ്തീനിന്റെ മക്കൾ ചോര പൊടിക്കുമ്പോൾ ആ ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി കൈവക്കാൻ, പടച്ചറബ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞങ്ങളുണ്ടായിരുന്നു എന്ന്, ഈ പുതുക്കോടിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങളുണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. രണ്ട് വിധത്തിലാണ് അതിന് കഴിയുക. ഒന്ന് മനസ്സ് തുറന്ന പ്രാർത്ഥനയാണ്. മനസ്സ് തുറന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും വിശിഷ്യ ഫലസ്തീനും ഗസയും ഒക്കെ കടന്നു വരണം, എപ്പോഴും ഉണ്ടാകണം. നമ്മളല്ലാതെ ആരാണ് പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്? നമ്മൾ സുരക്ഷിതരാണ്. പറയത്തക്ക പ്രയാസങ്ങളൊന്നുമില്ലാതെ രാവിലെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രം ധരിച്ച് നമ്മളിവിടെ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ, ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഫലസ്തീൻ്റെയും ഗസയുടെയും ഒക്കെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അനുഭവങ്ങളല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിയണം. നമ്മളില്ലെങ്കിൽ പിന്നെ ആരാണ് അവർക്കുള്ളത്? ഒരു വിശ്വാസിക്ക് വേണ്ടി അവൻ്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞല്ലോ, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലഅഖീഹി ബിദഹരിൽ ഗൈബ് മുസ്തജാബ. നിങ്ങൾ വിശ്വാസിയായ ഒരു സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പടച്ചോൻ കേൾക്കുമെന്നാണ്.
അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ തലക്കരികിൽ ഒരു മലക്ക് വന്നിരിക്കുമത്രേ. ആ മലക്കിങ്ങനെ ആമീൻ പറയുമെന്നാണ്. മാത്രമല്ല ചോദിക്കുന്നത് ചോദിക്കുന്നവനും കൊടുക്കണമെന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്നൊക്കെ ഹദീസുകളിൽ കാണാനും മനസ്സിലാക്കാനും കഴിയും. ഞാൻ പറയുന്നത് ഫലസ്തീൻ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാമിക സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ, അവരോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടേണ്ടത് ഒന്ന് മനസ്സ് തുറന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയാണ്. രണ്ടാമത്തത് അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ്. ഇപ്പോൾ കുറേ ജിഹാദുകൾ പറയുന്നുണ്ടല്ലോ, ലവ് ജിഹാദ്, പരീക്ഷാ ജിഹാദ്. നമ്മൾ മനസ്സിലാക്കണം പുതിയൊരു ജിഹാദായിട്ട് ബഹിഷ്കരണ ജിഹാദ്. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ജിഹാദ് അതാണ്. എന്ത്? ആ ഫലസ്തീനിൻ്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ആ പിഞ്ചുമക്കളെ ഇല്ലാതാക്കുന്ന ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അവൻ്റെ കൂട്ടാളികളുടെയും ഉൽപ്പന്നങ്ങൾ ഒരു നയാ പൈസ കൊടുത്തുള്ള മിഠായി ആണെങ്കിൽ പോലും ഞാൻ വാങ്ങില്ല, ഉപയോഗിക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമുക്കറിയോ ഗസയിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഹാജമാർ ഓടി നടക്കുക. ഇപ്പൊ സഅയ് നടക്കുന്നുണ്ടല്ലോ, ഹജ്ജിന് പോയവർ സഅയ് ചെയ്യുന്നുണ്ടല്ലോ. ഗസയിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഹാജറുമാർ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സഅയ് ചെയ്യുക. എന്തിനാണെന്നറിയോ? തങ്ങളുടെ മക്കൾക്ക് ഒരു കഷ്ണം റൊട്ടി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാ. നമ്മളും നമ്മുടെ മക്കളൊക്കെ 3 നേരവും 4 നേരവും വയറ് നിറച്ച് തിന്നിട്ട് ഇങ്ങനെ ഏമ്പക്കം വിടുമ്പോൾ ഗസയുടെ മണ്ണിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഹാജറമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് വിശന്നുകൊണ്ട് കരഞ്ഞ് പിടയുന്ന തങ്ങളുടെ മക്കൾക്ക് ഒരു കഷ്ണം റൊട്ടി കഷ്ണമെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാ. അവിടെ നമ്മുടെ മക്കളൊക്കെ ഇവിടെ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ കളിച്ചുല്ലസിച്ച് വയറ് നിറച്ച് നടക്കുമ്പോൾ ഗസയുടെ മണ്ണിൽ ഒരുപാട് ഇസ്മായിലുകൾ കാലിട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഒരു തുള്ളി ശുദ്ധജലമെങ്കിലും കുടിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ദാഹജലത്തിന് വേണ്ടി കാലിട്ടടിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ആയിരക്കണക്കിന് ട്രക്കുകൾ ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെയായി അതിർത്തിയിൽ മാസങ്ങളായി കാത്തുകെട്ടിക്കിടക്കുമ്പോഴും ഇസ്രയേൽ നരാധന്മാർ അവരെ കടത്തിവിടുന്നില്ല. ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കണം, ഫലസ്തീനികളെ ഓർക്കണം, ഗസക്കാരെ നമ്മൾ ഓർക്കണം. കാരണം അവര് ചോര കൊടുത്ത് സ്വർഗം മേടിച്ചു കൊണ്ടിരിക്കുകയാ. നമുക്കതിന് കഴിയില്ല. ഇപ്പോ അവര് ചോര കൊടുത്ത് സ്വർഗം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ സ്വർഗം കരസ്ഥമാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെ അവരുടെ ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് ഐക്യദാർഢ്യപ്പെടാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മുടെ കുടുംബത്തെ കൂടി അത് ബോധ്യപ്പെടുത്തണം. ഒരു കാര്യം കൂടി നമുക്കറിയാം, എല്ലാ തമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും ക്രൂരതകളും ചെയ്തവർ ജയിലുകളിൽ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ ജയിലുകളിൽ 3 നേരം തിന്ന് കുടിച്ച് കൊഴുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു വിഭാഗമുണ്ട്. ആരാണെന്നറിയോ? മുസ്ലിമായതിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ട് നിരപരാധികളായ എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ പല ജയിലുകളിലും നരക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഓർത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ഇണകളുണ്ട്. അവരെയും നമ്മൾ ഓർക്കണം. ആ ജയിലിൽ കിടക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മളെ ഉള്ളൂ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലി പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. അത് നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ വളരെ കുറവുമാണ്. അത് ഭാഗ്യം ലഭിച്ചവരിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ശരിക്ക് പറയാനുള്ളത്, ഈ സുദിനത്തിൽ ഇപ്പോൾ ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞ് പിരിഞ്ഞു പോകും മുമ്പ് നമ്മൾ ഓരോരുത്തരും ബലിയെറുക്കണം. അതവിടെ കെട്ടിയിട്ട കാളക്കുറ്റന്മാരെയോ മൃഗങ്ങളെയോ അല്ല, എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിനകത്ത് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന അസൂയയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, അകൽച്ചയുടെ, താൻപോരിമയുടെ കാളക്കൂറ്റന്മാരെ ബലിയെറുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച് നൃത്തം ചവിട്ടുന്ന കുറെ കാളക്കൂറ്റന്മാരുണ്ട്. എന്തിൻ്റെ? അസൂയയുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ, താൻപോരിമയുടെ, കണ്ടുകൂടായ്മയുടെ, അകൽച്ചയുടെ ഈ കാളക്കുറ്റന്മാരുടെ കഴുത്തിൽ കത്തിവെക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിന് അറുത്തില്ലാതാക്കിയിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ഈദ് മുബാറക്ക് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് ബലിമൃഗത്തെ നമ്മൾ അറുക്കും. അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഈ പറഞ്ഞതിൻ്റെയൊക്കെയും ജീവൻ അവിടെ നഷ്ടപ്പെടണം. ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ നിന്ന്
രക്തം ഇങ്ങനെ വാർന്നൊഴുകി പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ സകല പൈശാചികതകളും വൃത്തികെട്ട സ്വഭാവങ്ങളും ആ രക്തത്തിലൂടെ തന്നെ അങ്ങനെ ഒഴുകിപ്പോകണം. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് ഇബ്രാഹിം നബി നടന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട്. എന്തിനായിരുന്നെന്നറിയോ? തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, തൗഹീദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ തൗഹീദിൻ്റെ നിലനിൽപ്പും വ്യാപനവും നമ്മുടെയും ലക്ഷ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അതോടൊപ്പം കറകളഞ്ഞ തൗഹീദിൻ്റെ ആളുകളായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിതാവിൻ്റെ സഹോദരിമാരോടാണ്. ഇബ്രാഹിം എന്ന പിതാവിൻ്റെ അഭാവത്തിൽ സ്വന്തം മകൻ ഇസ്മാഈലിനെ ദൈവാനുസരണമുള്ള ഒരു മകനായി വളർത്തിയ പാരമ്പര്യം ഹാജറ ബീവിക്കുണ്ട്. എൻ്റെ സഹോദരിമാരത് മറക്കരുത്. എന്തിനാ പറയണമെന്നറിയോ? പല ഉമ്മമാരും പറയാറുണ്ട്, വാപ്പ ഗൾഫിലാണ്, വാപ്പ നാട്ടിലില്ല, മോനെ പിടിച്ചാൽ കിട്ടണില്ല, എന്താ ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കണം, വാപ്പല്ലാത്തൊരു ജനറേഷൻ വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും വാപ്പല്ലാത്തൊരു സമയത്താണ് ആ മകനെ വളർത്തിക്കൊണ്ടുവരുന്ന ഹാജറ ബീവി. എങ്ങനെയെന്നറിയോ? ഏറ്റവും നല്ല അനുസരണമുള്ള മകനായിട്ട് ഇബ്രാഹിം നബി മകനെ അറുക്കാൻ കൊണ്ടുപോകുന്ന ചില രംഗങ്ങളൊക്കെ നമ്മൾ വായിക്കേണ്ടതാ. എന്താണെന്നറിയോ? വാപ്പ മകനെ കൊണ്ട് പോകുക, ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ട്, മോനെ നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇഫ്മാ തുമർ, വാപ്പ എന്താണോ അള്ള പറഞ്ഞത് വാപ്പ ചെയ്തോളൂ, എനിക്ക് തടസ്സമൊന്നുമില്ല. വാപ്പാനോട് എന്താണ് അള്ള പറഞ്ഞത് അതുപോലെ ചെയ്തോന്നാ, ഒരു എതിർപ്പുമില്ല. പിന്നെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തൻ്റെ റബ്ബിനോടുള്ള കൽപ്പന പാലിക്കാൻ തൻ്റെ വാപ്പനെ സഹായിക്കേണ്ട മകൻ. എങ്ങനെയാണെന്നറിയോ? മകൻ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ തഫ്സീറിൽ കാണാൻ പറ്റും. വാപ്പാക്ക് മകൻ കൊടുക്കാൻ നിർദ്ദേശം കൊടുക്കുക, വാപ്പ കത്തി മൂർച്ച കൂട്ടണം. നോക്കൂ നിങ്ങൾ, തന്നെ അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പൻ്റെ പോൽ കുതിരയോടുകയല്ല, വാപ്പ കത്തി മൂർച്ച കൂട്ടിക്കോ. കാരണം അത് അറുക്കുന്ന സമയത്ത് മൂർച്ചയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ, ഞാൻ പിടയുന്നത് കാണുമ്പോൾ എൻ്റെ വാപ്പാക്ക് പിന്തിരിയാലൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് വാപ്പ കത്തി എളുപ്പം മൂർച്ച കൂട്ടിക്കോ. പിന്നെ എൻ്റെ കൈകാലുകളൊക്കെ കെട്ടണം. കാരണം വാപ്പ അള്ളാഹിനെ അനുസരിക്കാനാണല്ലോ വരുന്നത്. വാപ്പാൻ്റെ മകനേക്കാളും വലുത് പടച്ചോനാണ് തെളിയിക്കാനാണല്ലോ വരുന്നത്. ഞാൻ അങ്ങാനും കുതിരയോടിക്കഴിഞ്ഞാൽ വാപ്പാക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വരും. അതുകൊണ്ട് വാപ്പ എൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടിക്കോ. പിന്നെ വാപ്പാനെ മുണ്ടരൽപ്പൊന്ന് പൊക്കി ഉടുക്കണം. കാരണം എൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ തെറിക്കുന്ന ചോര അതെങ്ങാനും ആ തുണിയിലായാൽ അത് ഉമ്മച്ചിക്ക് വിഷമാവും, കണ്ടാൽ ഉമ്മച്ചിക്ക് ബേജാറാകും. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, തൻ്റെ ഉപ്പയെ പടച്ചറബിനെ അനുസരിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യം ഒരുക്കൊടുക്കുന്ന മകൻ ആരായി മകനെ വളർത്തിക്കൊണ്ടെന്നറിയോ? ഉമ്മയായിരുന്നു. ഈ ഹാജറ എന്ന ഉമ്മയിൽ നിന്ന് സഹോദരിമാരെ നിങ്ങൾ കുറേ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാം. അതോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം, അങ്ങനെ പലതും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ ഉപയോഗപ്പെടുത്താനൊക്കെ നമ്മെ തുണയ്ക്കുമാറാവട്ടെ.